അടി എന്ന് പറഞ്ഞാൽ എജ്ജാതി അടി. നമ്മുടെ നാട്ടിൽ സെവൻസ് നടക്കുമ്പോൾ ചിലപ്പോൾ അടികളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതുക്കും മേലെ. ബ്രസീലിയൻ ഫുട്ബോളിലാണ് ഇത് നടക്കുന്നത്. പൊരിഞ്ഞ അടി. 23 പേർക്ക് റെഡ് കാർഡും കൊടുത്തു. ചെറിയ ടീമുകളൊന്നുമല്ല. അത്ലറ്റിക്കോ മിനെയ്റോ, ക്രുസൈറോ ഇവരൊക്കെയാണ് കളിക്കുന്നത്. ക്രുസൈറോയുടെ കോച്ച് ടിറ്റയാണ്. കളിക്കുന്നവർ നോക്കണം. ബ്രസീൽ ടീമിലേക്ക് കോളപ്പ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കായോ ഹോർഗെ, ഫബ്രീസിയോ ബ്രൂണോ, ഇനി പഴയ കളിക്കാരാണെങ്കിൽ ഹൾക്കൊക്കെ ഏജാതി കിക്കൊക്കെയാണ്. ചാടി ഏ, അടിച്ച് ഇടിച്ച് കൊത്തി ചവിട്ടി റനൽ ലോതി ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖ താരങ്ങൾ കളിച്ച മത്സരം. അതും ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ. കൊമ്പനാറ്റോ മിനേറോയുടെ ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ക്രുസൈറോ വിജയിച്ചു. ആ കളിയുടെ അവസാനത്തിലാണ് ഈ സംഭവങ്ങൾ തുടക്കം. ഒരു മുന്നേറ്റം നടത്തുന്ന ക്രുസൈറോ ആ ബോൾ പിടിച്ചതിന് ശേഷം മറുഭാഗത്ത് അത്ലറ്റിക്കോ എം ജിയുടെ ഗോൾ കീപ്പറും ക്രുസൈറോയുടെ താരവും തമ്മിൽ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രുസൈറോയുടെ താരത്തെ ആക്രമിക്കുന്നത്, അവിടെ തുടക്കം വിടുന്നത് അത്ലറ്റിക്കോ എം ജിയുടെ ഗോൾ കീപ്പറാണ്. അത് പിന്നെ വലിയ രൂപത്തിൽ അടിയായി. കൃത്യമായി പറഞ്ഞാൽ ക്രുസൈറോയുടെ താരം ക്രിസ്ത്യനും അത്ലറ്റിക്കോ ഗോൾ കീപ്പർ എവേഴ്സണും തമ്മിലുണ്ടായ തർക്കം വലിയ രൂപത്തിലുള്ള അടിയിലേക്ക് കലാശിച്ചു. അതിലേക്ക് ബാക്കിയുള്ളവർ ഇടപെടുന്നു. പിന്നെ ബെഞ്ചിൽ നിന്നുള്ളവർ വരുന്നു. അടിയോടടി നിലത്തിട്ട് ചവിട്ടുന്നു, ഉരുട്ടുന്നു, മുഖത്തൊക്കെ ഇടിച്ചിട്ട് മുഖമൊക്കെ ഇങ്ങനെ വീങ്ങി ആ, രക്തമൊക്കെ വാർന്നു പോകുന്ന ഒരവസ്ഥ. വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഫുട്ബോളിൽ ഇത്തരത്തിലുള്ള വയലൻസ് കളിക്കളത്തിൽ അത്യപൂർവമായിട്ടാണ് കാണാറുള്ളത്. ഇങ്ങനെ ബിഗ് പ്രൊഫൈൽ മാച്ചുകളിലൊക്കെ. 23 പേർക്കെതിരെ റഫറി റെഡ് കാർഡ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഈ 23 പേർക്കും കളിക്കളത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല. അമ്മാതിരി അടി നടക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി കാർഡ് കാർഡ് വീഴ്ച നിന്നാൽ റഫറിക്ക് എടുത്തിട്ട് കിട്ടും. റഫറി ഒടുവിൽ ഇതാ ഈ ആൾക്കാരെയൊക്കെ പുറത്താക്കി, ഇവർക്കൊക്കെ റെഡ് കാർഡ് ഇട്ടെന്ന് പറഞ്ഞിട്ട് റഫറിയുടെ റിപ്പോർട്ടിലാണ് കൊടുത്തത്. അപ്പോൾ ആരൊക്കെയാ നോക്കണം? അത്ലറ്റിക്കോ മിനാരോയുടെ ഭാഗത്ത് നിന്ന് എവേഴ്സൺ, റെനൽ ലോതി, ഗബ്രിയൽ ഡെൽഫിം, ജൂനിയർ അലോൺസോ, അലൻ ഫ്രാങ്കോ, ഹൾക്ക്, ലിയാങ്കോ, റുവാൻ ട്രെസോൾഡി, അലൻ മിൻഡ, മാറ്റിയോ കസൈറ, ഏഞ്ചലോ പ്രസിയാഡോ എന്നിവർക്ക് റെഡ് കാർഡ് കിട്ടിയപ്പോൾ മറുഭാഗത്ത് നോക്കണം. ക്രിസ്ത്യൻ, ഫബ്രീസിയോ ബ്രൂണോ, ലൂക്കാസ് റൊമേറോ, കായോ ഹോർഗെ, ജാവോ മാർസേലോ, കാവോ പ്രാറ്റസ്, ലൂക്കാസ് വില്ലാൽബ, കാസിയോ, മാത്യസ് എൻട്രീക്കെ, വാലസ്, ഫാഗ്നർ, ഗേഴ്സൺ, സൂപ്പർ താരങ്ങൾ അടക്കമുള്ളവർക്കാണ് ഇത് കിട്ടുന്നത്. ഇനി ഇതിനേക്കാൾ രസകരമായ കാര്യം, അടിയൊക്കെ കിട്ടി എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ഹൾക്ക് വന്ന് പറയുകയാണ് ഒരു പ്രസംഗം. എങ്ങനെ അടി ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നില്ല, ഇത്തരത്തിലുള്ള ഒരു അടിയിൽ ഞാൻ ഉൾപ്പെട്ടതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്, റിഗ്രറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആവേണ്ട ആളുകളാണ്. ആ ഹീറ്റിൽ സംഭവിച്ചാണ്, ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നില്ല, ഭയങ്കര മോശമായി പോയി എന്ന്. എന്തായാലും ബ്രസീലിയൻ ഫുട്ബോളിന് നാണം കെടുന്ന പരിപാടിയായി പോയി ഇത്.